ശ്രീ മിഥുൻ വിജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, താങ്കൾ ഒരു വലത് നിരീക്ഷകനാണല്ലോ. നോക്കൂ, ഇവിടെ പകൽ പോലെ വ്യക്തമാണ് പ്രിന്റു മഹാദേവ ചർച്ചയിൽ എന്താണ് പറഞ്ഞത് എന്നത്. അത് ആവർത്തിച്ച് നമ്മൾ ഓരോ വാർത്തകൾക്ക് മുൻപിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് അന്തരീക്ഷത്തിൽ നിന്നുണ്ടായ വാർത്തയല്ല. കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ദേശീയ തലത്തിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുന്നു. അമിത്ഷായ്ക്ക് കെ സി വേണുഗോപാൽ കത്തയക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിൽ പ്രതികരണം തേടുമ്പോഴാണ് വി മുരളീധരന്റെ ഈ പ്രസ്താവന ഉണ്ടാകുന്നത്. ഒരു തിരുത്തെന്നോ തള്ളിപ്പറയലെന്നോ പോലും പറയാൻ പറ്റുമോ വി മുരളീധരന്റെ വാക്കുകളെ? നമുക്ക് ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യത്തോട് ഒരിക്കലും നമുക്ക് ആർക്കും യോജിക്കാനോ അല്ലെ അതിനെ ന്യായീകരിക്കാനൊന്നും കഴിയില്ല. കാരണം ഒരു ചാനൽ ചർച്ചയിലാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. ഇനി അങ്ങനെ തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ തിരുത്തിയില്ല എന്നത് അതിലേറെ മോശമായ ഒരു കാര്യമായി പോയി എന്ന് തന്നെ പറയാനുള്ളൂ. അതിൽ BJP ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈവ് ഡിബേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹൈ അഡ്രിനലിൻ ഏരിയ ആണ്. അവിടെ ചില സമയത്ത് ഇങ്ങനത്തെ ഒരു ഹോട്ട് കോഗ്നിഷൻ ഒക്കെ വരുമ്പോൾ പല കാര്യങ്ങളും അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് പിന്നെ തിരുത്താറൊക്കെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹം തിരുത്താൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ഒരു 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 സോഷ്യൽ മീഡിയയിൽ പോലും ഒരു മാപ്പ് പറഞ്ഞില്ല എന്നതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിലേക്ക് BJP തീർച്ചയായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഈ പറഞ്ഞ പോലെ സ്പോക്സ് പേഴ്സൺസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജിനെയാണ് അത് പൂർണ്ണമായിട്ടും ബാധിക്കുന്നത്. പാർട്ടിയുടെ ഒരു ആക്ച്വലി ഒരു ഗ്രോത്ത് സ്റ്റേജിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയെ പൂർണ്ണമായിട്ടും ബാധിക്കും. പിന്നെ ഇനിയിപ്പോ പ്രിന്റു മഹാദേവ് പറഞ്ഞത് കൊണ്ട് ഈ വിഷയം ഇത്രയധികം എന്താ പറയുക വലിയ രീതിയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു, വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകുന്നു. അത്രമാത്രം പേടിക്കേണ്ട ഒരു കാര്യമാണോ എന്നത് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പ്രിന്റു മഹാദേവ് അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതായിരുന്നു അതെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അതൊരു താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? പേടി എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? ഏതെങ്കിലും സംഘപരിവാർ നേതാവിന്റെ ഭീഷണിയിൽ പേടിച്ചു പോകുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് പേടിയല്ല, പേടി കൊണ്ടല്ല പ്രതികരണം. അല്ല, ഞാൻ അതിന് ടെക്നിക്കാലിറ്റീസിലേക്കാണ് പറഞ്ഞത്. കാരണം രാഹുൽ ഗാന്ധിക്ക് എന്തായാലും CRPFന്റെ കവർ ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പ്രിന്റു മഹാദേവൻ എന്തായാലും പേടിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന് ഉദ്ദേശമുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണോ, അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് ഓഫ് മിഥുൻ, ഈ CRPFന്റെയോ അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെയോ സംരക്ഷണം ഇല്ലാതെയല്ല രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ 2 രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാ സുരക്ഷയിലും ഉണ്ടായിട്ടുള്ളതാണ് ആ രക്തസാക്ഷികൾ. രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനോ ഈ ഫാസിസത്തിനെതിരെയോ വർഗീയതയ്ക്കെതിരെയോ നിലപാടെടുക്കുന്നതിനെയോ അതൊന്നും പിന്തിരിപ്പിച്ചിട്ടില്ല. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ നിലപാടിലേക്ക് നമ്മൾ വന്നു കഴിയുകയാണെങ്കിൽ പിന്നെ ഈ ചർച്ച വേറൊരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. ഞാൻ നിലപാടുകളിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ സുരക്ഷാ സേനയുടെ മാത്രം ആ സുരക്ഷയിൽ മാത്രമാണ് അദ്ദേഹം ഭയപ്പാടില്ലാതെ നിൽക്കുന്നത് എന്ന ധ്വനി താങ്കളുടെ വാക്കുകളിൽ നിന്ന് വന്നതുകൊണ്ടാണ്. അല്ല, രാഹുൽ ഗാന്ധിക്ക് അപ്പോൾ സെക്യൂരിറ്റി കവർ വേണ്ടതാണോ? അത്രയ്ക്ക് ധൈര്യശാലിയാണോ? അല്ല, ഇങ്ങനെയുള്ള പരസ്യ ഭീഷണി പോലും മുഴക്കുകയും അത് തങ്ങളുടെ നിലപാടാണ് എന്ന് പറയുകയും ചെയ്യുന്നിടത്ത് സുരക്ഷ എന്തായാലും വേണം. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പാടുള്ളവർ ആ നിലപാട് സ്വീകരിക്കില്ലല്ലോ, ആവർത്തിച്ച് അതിനുവേണ്ടി പോരാടില്ലല്ലോ. ഇവിടെ രാജ്യത്ത് വർഗീയതയും ഫാസിസത്തെയും ഇതേ രീതിയിൽ ചെറുക്കുന്ന മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ? അവരെ ചൂണ്ടിക്കാട്ടി പേടി എന്നൊരു വാക്ക് താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ പേടിയില്ലാത്തൊരു നേതാവല്ലേ നരേന്ദ്രമോദി? അങ്ങനെയൊക്കെ പറയാച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു വാക്തർക്കത്തിലേക്കല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ BJP-ക്കാരോട് ചോദിക്കുന്ന ശൈലിയിൽ എന്നോട് ചോദിക്കണ്ട. ഞാനിത് ഈ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്ന BJP-ക്കാരോടല്ല. മിഥുൻ സൂചിപ്പിച്ച വാക്കിൽ ഞാൻ എന്റെ കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ. BJP-ക്കാരോടായാലും മിഥുനോടായാലും അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ഞാൻ അവിടെ തന്നെയാണ്. താങ്കൾക്ക് അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പ്രിന്റു മഹാദേവ് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് നടക്കുന്ന ഒരു നേതാവാണ് BJP-യിലെ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ചർച്ചയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ താല്പര്യമുള്ള ഒരു നേതാവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ്ങോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങനെ വന്നുപോയി. പക്ഷെ അയാൾക്ക് അതിൽ തിരുത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് മാപ്പ് പറയുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. അത് നമുക്ക് ആ ഒരു വിഷയം അങ്ങനെ ചർച്ച ചെയ്യാം. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് വലിയ വധഭീഷണി ഉണ്ടെന്നും അതിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു വിക്ടിം കാർഡ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യേണ്ട, രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു വിക്ടിമൈസ്ഡ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് നേതാക്കള് രാജാ പട്ടേരിയ എന്ന് പറഞ്ഞൊരു മുൻ മന്ത്രി, പ്രിന്റു മഹാദേവ് ഒന്നും മുൻ മന്ത്രി ഒന്നല്ലല്ലോ, ഒരു മുൻ മന്ത്രി കോൺഗ്രസിന്റെ പറഞ്ഞിട്ടുണ്ട് മോദിയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത്. പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ ഭീഷണി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, അത് ചെറുക്കപ്പെടേണ്ടതാണ്. അതിനെതിരെ നിയമ നടപടികൾ എടുക്കാൻ പറ്റുന്നത് തരത്തിൽ ആ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതിന് കോൺഗ്രസ് എന്നോ BJP എന്നോ RSS എന്നോ അങ്ങനെ ഒന്നുമില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ താങ്കളോട് ചോദിച്ചല്ലോ, താങ്കൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ ഒരു സംഭവമൊന്നുമല്ല.
പ്രത്യേകിച്ച് പ്രിന്റു മഹാദേവ് എന്ന് പറഞ്ഞ് BJP-യിൽ വളർന്നു വരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കൂടെ കേരള സമൂഹത്തിൽ ഉണ്ടാവണം. കാരണം അയാൾ അങ്ങനത്തെ ഒരു കൊലപാതകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അല്ല അങ്ങനത്തെ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളല്ല. അപ്പൊ ഈ ഒരു വിഷയത്തെ കൂടെ മിഥുൻ, ക്ഷമിക്കാനുള്ള സമീപനം സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് 4 ദിവസത്തിന് ശേഷം ആ ചർച്ചയിൽ തന്നെ അവസരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ 4 ദിവസമായല്ലോ ഈ പ്രതിഷേധങ്ങൾ. ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു വാർത്താക്കുറിപ്പിലൂടെ അദ്ദേഹത്തിന് തിരുത്താമല്ലോ, അത് അദ്ദേഹം ചെയ്തില്ലല്ലോ. BJP നേതൃത്വത്തിന് നിലപാടെടുക്കാമല്ലോ. താങ്കൾ പറഞ്ഞത് തെറ്റാണ്, തിരുത്തണമെന്ന് പറയാലോ. താങ്കൾ ഇവിടെ ചർച്ചയിൽ പറഞ്ഞില്ലേ, ആ പറഞ്ഞത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ BJP നേതൃത്വത്തിന് തിരുത്താമല്ലോ. അവരുടെ സംസ്ഥാന വക്താവാണ് അദ്ദേഹം, എറണാകുളം മേഖലാ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് തിരുത്താമല്ലോ, ഈ പ്രസ്താവന ശരിയായില്ല, അത് തിരുത്തേണ്ടതാണ് എന്ന് പറയാമല്ലോ, തിരുത്താമല്ലോ, ഒരു വരി കുറിപ്പ് പുറത്തിറക്കാമല്ലോ. അത് ചെയ്യാത്തടുത്താണല്ലോ ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അല്ല, ആ വിഷയത്തിൽ എനിക്ക് താങ്കളാ പറഞ്ഞതിനോട് പൂർണ്ണ യോജിപ്പാണ്. അങ്ങനെ ചെയ്യണം. BJP ആ വിഷയത്തിൽ പ്രതികരിക്കണം. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയാൽ പ്രിന്റു മഹാദേവ് ആ മാപ്പ് പറയണം. അതിൽ തെറ്റൊന്നുമില്ല, അതിലൊരു തെറ്റുമില്ല. പ്രിന്റു മഹാദേവ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകരുത് എന്നാ ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ എന്തോ വലിയ വധഭീഷണിയുണ്ട്, അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സെക്യൂരിറ്റി കവർ കൂട്ടണം, CRPF-ന്റെ എന്താ പറയുക കുറെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രിന്റു മഹാദേവ് ഇവിടെ രാഹുൽ ഗാന്ധി കൊല്ലാൻ നടക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു രാഹുൽ ഗാന്ധിക്ക് ഒരു വിക്ടിം കാർഡ് കൊടുത്തുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് ഈ ചർച്ച കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അദ്ദേഹം അതിന് മാപ്പ് പറയുക തന്നെ വേണം. BJP അതിൽ പ്രതികരിക്കുകയും വേണം, അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേണം. പക്ഷേ ആ ഒരു ചർച്ച അങ്ങനെ അദ്ദേഹം പറഞ്ഞു പോയി എന്നതിന്റെ പുറത്ത് എന്താ രാഹുൽ ഗാന്ധിക്ക് എന്തോ വലിയ വധഭീഷണി ഉണ്ട് ഈ രാജ്യത്ത്, രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ ഇവിടെ സംഘപരിവാർ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. താങ്കൾക്ക് വേണമെങ്കിൽ അതൊരു ചർച്ചയിലൊക്കെ എടുത്തിട്ട് വലിയ രീതിയിൽ നമുക്കത് എന്താ 2 മണിക്കൂർ ചർച്ച ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആളുകൾക്കോ എല്ലാം അറിയാം അദ്ദേഹത്തിന്റെ വായിന്ന് വന്ന് വീണുപോയൊരു കാര്യമാണ്. അത് അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല, അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിച്ചില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അതാ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു മുൻ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മോദിയെ കഷ്ടമാക്കണം എന്നൊക്കെ. ഇമ്രാൻ മസൂദ് പറഞ്ഞത് മോദിയെ, അതായത് കാൻഡിഡേറ്റ് ആണ് UP-യിലെ മൊറാദാബാദിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മൊറാദാബാദിലെ കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് മോദിയെ കഷ്ടമാക്കണം എന്നാണ്. അതിലൊന്നും കോൺഗ്രസ് ഒരിക്കലും ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. പിന്നെ കോൺഗ്രസിൽ നമുക്കൊക്കെ വളരെ സുപരിചിതയായിട്ടുള്ള കോൺഗ്രസിന്റെ ഷമാ മുഹമ്മദ്, അവർ ചാനൽ ചർച്ചയിലൊക്കെ കയറി കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഇംഗ്ലീഷ് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ത്യ ടുഡേയിലോ ഏതൊരു ചർച്ചയിൽ കണ്ടാണ് BJP പ്രതിനിധി അവർ വളരെ മോശമായ രീതിയിലായിരുന്നു ഒരു എന്താ പറയാ അവരുടെ കാണാൻ കൊള്ളില്ല എന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ചർച്ചകളിൽ പലപ്പോഴും കോൺഗ്രസിന്റെ കൊലവിളി പ്രസംഗത്തെയോ വിദ്വേഷ പ്രസംഗത്തെയോ മറ്റുള്ളവർ കാണിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങളും കാണിച്ചിട്ടില്ലേ, നിങ്ങളിൽ ചിലർ കാണിച്ചിട്ടില്ലേ എന്നത് പറഞ്ഞ് ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ മിഥുൻ. അത് ഒരു തലത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല, യോജിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. തെറ്റാര് ചെയ്താലും തെറ്റെന്ന് പറയാൻ ആ നേതൃത്വത്തിന് കഴിയണം. നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നിടത്ത് ഇടപെടലും അനിവാര്യം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിജേഷ് അരവിന്ദ് നമുക്കൊപ്പം ചേരുന്നു, കോൺഗ്രസ് പ്രതിനിധി. ശ്രീ നിജേഷ്